ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതി. വന്യജീവികളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പദ്ധതികളുമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയിരുന്നു. KPCC കണ്ണൂരിൽ സംഘടിപ്പിച്ച ജനകീയ ചർച്ചാ സദസ്സിൽ നടന്ന ഒരു സംഭവമാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ കൊണ്ടുവന്നത്. 2 വിധവകളെ കണ്ടു. കണ്ണീരോടെയാണ് രണ്ടുപേരും സങ്കടം പങ്കുവച്ചത്. 2 വർഷം മുമ്പ് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ പള്ളിയിലേക്ക് പോയ പേരാവൂർ പെരിങ്കരിയിലെ ജസ്റ്റിനെ ആന കൊലപ്പെടുത്തി. ജസ്റ്റിന്റെ ഭാര്യ അൽഫോൻസയാണ് സങ്കടങ്ങൾ പങ്കുവച്ചത്. ആലക്കോട് പാത്തൻപാറയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോസിന്റെ ഭാര്യ ലിസിയെയാണ് രണ്ടാമതായി കണ്ടത്. ജോസ് കൃഷി ചെയ്ത 5000 വാഴയും പന്നിക്കൂട്ടം നശിപ്പിച്ചു. എന്നിട്ടും 1 രൂപ പോലും സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ല. കടബാധ്യത താങ്ങാനാകാതെയാണ് ജോസ് ആത്മഹത്യ ചെയ്തത്. വനാതിർത്തികളിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ സങ്കടങ്ങളാണ് ഇവർ രണ്ടുപേരും പങ്കുവച്ചത്. വയനാട്ടിൽ ജനക്കൂട്ടം അക്രമാസക്തരായെന്നാണ് മന്ത്രി പറഞ്ഞത്. സങ്കടങ്ങളും ദുഃഖങ്ങളുമായി ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന വനാതിർത്തിയിലെ കർഷകർ വൈകാരികമായി പ്രതികരിക്കും. വന്യജീവികളെ ഭയന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും വീടിന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണ്. ഇത് വയനാട്ടിൽ മാത്രമല്ല, വനാതിർത്തിയിലെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. പക്ഷേ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കണം. എന്നിട്ടും നഷ്ടപരിഹാരം പോലും നൽകുന്നില്ല. വന്യജീവി ആക്രമണങ്ങളിൽ മരണമടഞ്ഞവരും പരിക്കേറ്റവരും കൃഷിക്കാർക്കും ഉൾപ്പെടെ 7000-ഓളം പേർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത്. വന്യജീവി ആക്രമണം നേരിടാൻ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമായി എന്ത് സംവിധാനമാണ് സർക്കാരും വനംവകുപ്പും സ്വീകരിച്ചിരിക്കുന്നത്? മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നേരിടുന്നതിനായി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 48.85 കോടി രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പദ്ധതികളാണുള്ളത്? വന്യജീവികളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു പദ്ധതികളും നടപടിക്രമങ്ങളും ഇല്ല. എന്നിട്ടാണ് കർണാടകത്തിൽ നിന്നും സിഗ്നൽ കിട്ടിയില്ലെന്ന് പറയുന്നത്. ജനുവരി 30-നാണ് ആന ഇറങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞത് തെറ്റാണ്. റേഡിയോ കോളറുള്ള ആന മുത്തങ്ങ റേഞ്ചിന്റെ പരിധിയിൽ വന്നതായി ജനുവരി 5-ന് കേരള വനം വകുപ്പ് അറിഞ്ഞിരുന്നു. അന്ന് തന്നെ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള യൂസർ ID-യും പാസ്വേഡും കർണാടകയിൽ നിന്നും വാങ്ങി. 2-3 ദിവസത്തിനുള്ളിൽ ആന ബന്ദിപ്പൂരിലേക്ക് പോയി. ഫെബ്രുവരി 2-ന് ആന വീണ്ടും വയനാട്ടിലെത്തി. കർണാടകത്തിന് സിഗ്നൽ കിട്ടുന്നത് പോലെ തന്നെ കേരളത്തിനും സിഗ്നൽ കിട്ടും. സാറ്റലൈറ്റിൽ നിന്നും കിട്ടുന്ന സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും. ആന എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും വനം വകുപ്പിനില്ല. മാനന്തവാടിയിൽ 1 വർഷം മുൻപ് തോമസ് എന്നയാളെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. കണ്ണൂരിലെ ഉളിക്കൽ പഞ്ചായത്തിൽ ഡിസംബർ 2-ന് നാട്ടുകാർ കണ്ട കടുവ 40 ദിവസത്തിന് ശേഷമാണ് മാനന്തവാടിയിലെത്തി തോമസിനെ കൊലപ്പെടുത്തിയത്. കടുവ എത്തിയെന്നറിഞ്ഞാലും അതിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും വനം വകുപ്പിനില്ല. ഈ സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തും വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വന്യജീവികളുടെ ദയാവായ്പിലാണ് വനമേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും. വനാതിർത്തികളിൽ ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പട്ടിണിയെ തുടർന്നാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ചങ്കു പൊട്ടിക്കൊണ്ടാണ് ആ കർഷകൻ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. ആ വിതുമ്പലും നിലവിളിയും കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. സഹായധനം നൽകണമെന്നത് നിയമമാണ്, അല്ലാതെ ഔദാര്യമല്ല. അത് കൊടുക്കാതിരുന്നാൽ അവർ എന്ത് ചെയ്യുമെന്ന് VD സതീശൻ ചോദിക്കുന്നു.